അപ്പോൾ നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ വന്നിരിക്കുകയാണ്. അതും കുട്ടനല്ലൂർ ഭാഗത്താണ് കേട്ടോ ഹൈലൈറ്റ് മാൾ. എൻ്റെ ചേച്ചിയുടെ വീട് കുട്ടനല്ലൂർ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴൊക്കെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇന്നാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അവർ. അപ്പോൾ കോഴിക്കോടുള്ളത് പോലെ തന്നെ ശാരദ കോഴിക്കോടിൻ്റെ അമ്മ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കോഴിക്കോടുള്ളത് പോലെ തന്നെ നമ്മൾ തൃശ്ശൂരും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പോയിട്ട് വരട്ടെ ശാരദ. ഇതാണ് ശാരദ. ദൂടുന്നു ഗൈസ്. ഓടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം ബാക്കി. ബൈ. ആരും അപ്പുറത്ത് നോക്കിയിരിക്കുന്ന അമ്മ എന്തേ എല്ലാം പറയാണ്ട ഓടി വിളിക്കുക. അങ്ങനെ നമ്മളിതാ ഹൈലൈറ്റ് മാളിലെത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ വണ്ടികൾ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുപോലെ ബ്ലോക്കായിരുന്നു. പിന്നെ ഞാൻ എന്താ അവിടെ ബ്ലോക്കിന് ശേഷം വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഷോ കാണിക്കണമല്ലോ. എന്ത് ഷോ? പട്ടി ഷോ. അപ്പോൾ നമ്മളിതാ പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് നമ്മുടെ ഒരു പാട്ടുകാരൻ ചേട്ടൻ്റെ പേരാണ് ഷാനോ അങ്ങനെ എന്തോ പേരായിരുന്നു. നല്ല പാട്ടായിരുന്നു കേട്ടോ. ആൾ നന്നായി പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള പാട്ടുകളായിരുന്നു കേൾക്കാനായിട്ട്. നമ്മളവിടെ ഫുൾ ആളുടെ പാട്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ഏറ്ററ്റത്ത് പോയാലും ആളുടെ പാട്ടുകൾ നമുക്കിങ്ങനെ ചെവിയിൽ കേൾക്കാമായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ ട്രീ ഒക്കെ ഉണ്ട്, വലിയ ക്രിസ്മസ് ട്രീയും മാൻകുട്ടി റെഡി എന്നൊക്കെ പറഞ്ഞ പോലെ മാൻകുട്ടികളെ കുറേ എണ്ണത്തിന് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഞാനിങ്ങനെ ഒരു നൈസായിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക, ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതാ പണി തീരാത്ത കുറേ ഷോപ്പുകളുണ്ട് അവിടെ. എന്നാൽ അവർ പേരിന് ഓപ്പൺ ചെയ്താന്ന് തോന്നുന്നുണ്ട്. അവരങ്ങനെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഷോപ്പുകളൊന്നും പണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തിയേറ്ററൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പം അതൊക്കെ വരണമായിരിക്കും. അതാ അപ്പോഴാണല്ലോ ഫുൾ ഹൈലൈറ്റ് മാളുടെ ഒരു ഭംഗി കാണുക. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടിന് അത്ര വലിപ്പം വെച്ചാൽ അത്ര വലുതൊന്നല്ല, നോർമൽ ഒരു മാള്. അപ്പോൾ ശോഭാ സിറ്റിയിലായിട്ടൊക്കെ വലിപ്പമുണ്ട് സത്യത്തിൽ. അപ്പോൾ കാണാനൊക്കെ രസമുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് നടന്ന് കാണാം. അതുപോലെ തന്നെ ഫുഡ് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൈബാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല. നമ്മൾ ഞാനവിടെയൊക്കെ ഒരു ഉച്ചയായി പറ്റി. അതൊക്കെ തിരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ പാട്ടുകാരൻ ചേട്ടൻ ഇങ്ങനെ സൂം ചെയ്ത് കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് വെച്ചാൽ ചേട്ടൻ്റെ പേരും കമൻറ്റ് ബിലോ. ഓക്കെ, നന്നായി പാടുന്നുണ്ട് കേട്ടോ ആൾ. എനിക്കിഷ്ടമായി ആളുടെ പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതാ ഫുൾ മാള് ഞാൻ ചുറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫുള്ള് കാണിച്ചു തരാണേ. ഇതാ ക്രിസ്മസ് ട്രീയുടെ ഒടി തൊട്ട് 3 പേര് ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ആത്മാർത്ഥം നിങ്ങൾ കാണാണ്ട് പോവരുത് ഗൈസ്. ഞാൻ വീണ്ടും പാട്ടുകാരൻ ചേട്ടൻ്റെ അടുത്ത് സൂം ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ പാട്ടുകാരൻ ചേട്ടൻ്റെ അടുത്ത് ഇത്ര സൂം ചെയ്യണേന്ന്. ചുമ്മാ സൂം ചെയ്തോ കേട്ടോ, ചുമേ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള ഷോയാണ്. ഡ്രസ്സൊന്നും എടുക്കില്ല, ഒടുക്കത്തെ വിലയാണ് ഗൈസ്. ഞാൻ മാക്സിലാണ് കയറിയത്. നല്ല വിലയായിരുന്നു, അത് കാരണം ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ വെള്ള ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ കൂടെ വന്ന മുതലാളി പറഞ്ഞു പൊട്ട ടോപ്പാണ് ഭംഗിയില്ലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പച്ച ടോപ്പ് എടുത്ത് പൊക്കി പിടിച്ചത് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതിനും എടുക്കത്തെ വില എന്താ കാരണം വെച്ചാൽ മാച്ചിനും ട്രെൻഡ്സിന്നൊക്കെ സ്റ്റുഡിയോന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇട്ടാണ് ടോപ്പുകൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇട്ടാണത് എനിക്ക് മാത്രം മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സ്ഥലം, എന്ത് സ്ഥലം? ഫുഡിൻ്റെ സ്ഥലത്ത് പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണമല്ലോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നേക്കാണ്. നമ്മൾ ഫുഡ് കോർട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഏറ്റവും മുകളിൽ ചെന്ന് എത്തിയത്. എസ്കലേറ്ററിലോട്ട് കയറുക ഇറങ്ങുക അതൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിനിയേച്ചർ, നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ മിനിയേച്ചർ, അതിൻ്റെ മുകളിലൊക്കെ കാറൊക്കെ കിടക്കുന്നുണ്ട്. മുകളിൽ കാറ് കിടക്കണത് എനിക്ക് ശരിക്കും മുകളിൽ പോയിട്ട് കാണണമായിരുന്നു ഹൈലൈറ്റിൻ്റെ. പക്ഷെ അത് കാണാൻ പറ്റില്ല. അപ്പോഴേക്കും എങ്ങനെ വണ്ടിനെ കുത്തി മറിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചത്. പിന്നെയാണ് മുകളിൽ കാറ് കൊണ്ടിട്ടാണത്. ആ ചേച്ചി ആ ചെക്കന്മാർ ചെയ്ത് പറഞ്ഞിട്ട് അവിടെ തൊടരുത്, തൊടല്ലടാ കൈ വിടറാന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ തൊടാനൊന്നും പോയില്ല, ഞാൻ ജസ്റ്റ് പോയി കണ്ടുള്ളൂ. നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് വന്ന് നിന്നു. എന്താണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ദേ വരുന്നു. നമ്മളൊരു ബർഗറും പിന്നെ എന്തിട്ടായിരുന്നു എൻ്റെ പേര്, ചിക്കൻ തന്നെ കാപ്സി പോലത്തെ ചിക്കൻ സാധനം, പിന്നെ പെപ്സി. ഞാൻ ഷുഗർ ഡയറ്റാണ്, എന്നാലും കുറച്ച് കുടിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രീയുടെ അവിടെ നിന്നിട്ട് എൻ്റെ വീണ്ടും ഷോ. അപ്പോൾ ചേട്ടൻ തുറപ്പിച്ചു കൊണ്ട് ഇവിടെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാൾ കാഴ്ചയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്രനായിട്ട് മുമ്പ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. അത്രയും വലിയ മാളൊന്നുമല്ല, നോർമൽ ഒരു മാളാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു കോഴിക്കോട് ഞാൻ ഹൈലൈറ്റ് മാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഫുഡ് കോർട്ടും അതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളോട് പോകുന്നത്. ഇത്രയുള്ള വീഡിയോ. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ വെച്ചിട്ട് നിങ്ങൾ തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ അളക്കണ്ട എന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ തൃശ്ശൂർ ഒരു ഹൈലൈറ്റ് മാൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.